കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എനിക്കിപ്പോഴേ പേടിയാവുന്നു പ്രസാദേട്ടാ. നമുക്ക് അങ്ങോട്ട് പോയി വല്യമ്മയെ കണ്ടാലോ? വല്യമ്മ ഇങ്ങോട്ട് വന്ന് നമ്മളെ എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് എടോ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന മര്യാദയാണോ? മാത്രമല്ല മന്ദാകിനി വല്യമ്മയാള് എനിക്കും പേടിയാ. ദ്രോണർ ചെയ്യുന്ന അമ്പുകൾ പോലെയാ വല്യമ്മയുടെ വാക്കുകൾ. ഇത്രയും പ്രൗഢിയും പാരമ്പര്യമുള്ള ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരൊക്കെ ജീവിക്കുന്ന കാലത്ത് ജീവിക്കാൻ കഴിയുന്നത് തന്നെ നമ്മുടെയൊക്കെ ഭാഗ്യം. എടോ താനെന്തിനാടോ ഇങ്ങനെ പതറുന്നത്? വല്യമ്മയെ തനിക്കെന്താ ഇഷ്ടമല്ലേ? വല്യമ്മ എനിക്കെന്റെ ജീവനാ. അതല്ല, പിന്നെ വല്യമ്മ ദേവമംഗലത്ത് വന്ന് പിന്നെ പോകുന്നത് വരെ എന്നെ കൊണ്ടൊരക്ഷരം മിണ്ടിക്കില്ല. മിണ്ടരുത്. അതിനു വേണ്ടി തന്നെയാ ഞാൻ വല്യമ്മയെ ഇങ്ങോട്ട് വരുത്തുന്നത്. വല്യമ്മ എന്ന സിംഹം ഇവിടെ വരുമ്പോ കടുവയായി ഇവിടെ വിലസിയിരുന്ന താൻ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇവിടെ കറങ്ങി നടക്കുന്നത് എനിക്കൊന്ന് കാണണം. അല്ല, ഇതെന്താ ഒറ്റയ്ക്ക് ഞാൻ അതാണ് എന്താ മറന്നു. ഈ നമ്മുടെ മന്ദാകിനി നമ്മുടെ ആ ഒരു കമാൻഡിങ് പവർ ഉണ്ടല്ലോ, അതോർത്ത് ചിരിച്ചു പോയതാ. ഞാനൊന്നും പറഞ്ഞില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം മന്ദാകിനി വല്യമ്മയെ ദേവമംഗലത്തേക്ക് കൊണ്ടുവരുന്നു. പ്രസയുടെ ഈ തീരുമാനം എന്തുകൊണ്ടും നല്ലതാ, പ്രത്യേകിച്ചും ഈ ഒരു അവസ്ഥയിൽ. അല്ല, ആദ്യമോൻ കണ്ടിട്ടുണ്ടോ ഈ മന്ദാകിനി വല്യമ്മയെ? ഞാൻ വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒന്നാമത് എനിക്ക് ഈ മന്ദാകിനി മുത്തശ്ശിയെ ഭയങ്കര പേടിയാ. നല്ല തങ്കപ്പെട്ട സ്വഭാവ, പക്ഷേ എല്ലാവരും വിറപ്പിക്കും. ഈ മന്ദാകിനി വല്യമ്മയുടെ മുമ്പിലേ നാട്ടുകാർ വരെ നല്ല ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ നിൽക്കൂ. അഭ്യാസമൊന്നും വല്യമ്മയുടെ അടുത്ത് നടക്കില്ല. തരികിട ആര് കാണിക്കുന്നോ അവരെ ഒതുക്കി കളയും. കള്ളത്തരം കാണിക്കുന്നവരെ വല്യമ്മ ഒതുക്കി ഓടിച്ചു കളയും. അതാണ് ഞാൻ പറഞ്ഞ പോലെ ഈ നേരും നെറിയുള്ളവര് മാത്രമേ വല്യമ്മയുടെ മുമ്പിൽ നിവർന്ന് നിൽക്കൂ. കളവും വഞ്ചനയൊക്കെ ചെയ്യുന്നവരെ വല്യമ്മയ്ക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. വെളുത്തമ്മ എന്ന നാട്ടുകാര് എല്ലാം പുള്ളിക്കാരിയെ വിളിക്കുന്നത്. പണ്ടെങ്ങാണ്ടോ കുറച്ചു കാലം ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ പ്രസാ? സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ച ആളല്ലേ. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് രണ്ട് എതിർ പാർട്ടിക്കാരും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് വല്യമ്മയെ പ്രസിഡന്റ് ആക്കി. വല്ലാത്തൊരു ആജ്ഞാശക്തിയാ, കമാൻഡിങ് പവർ. ദേവമംഗലത്തേക്ക് വന്ന ഈ മംഗള അപ്പച്ചി കണ്ടം വഴി ഓടും. അത് ശരിയാ. അപ്പച്ചിയുടെ എന്നല്ല ആരുടെയും ഓരോ നമ്പറും അവരുടെ മുമ്പിൽ ചെലവാവില്ല. ദുർഗയെ അനുസരിപ്പിക്കാൻ മന്ദാകിനി വല്യമ്മയെ കൊണ്ടേ സാധിക്കും. വല്യമ്മ പറഞ്ഞ ദുർഗ രണ്ട് കൈയും കെട്ടി നിന്ന് കേൾക്കും. പണ്ടൊരിക്കലൊരു സംഭവം ഉണ്ടായി. അത് ജയനും ബ്രേക്കൊന്നും അറിയില്ല. പണ്ട് ദുർഗയ്ക്ക് എന്നോട് ചെറിയൊരു സൗന്ദര്യപ്പണക്കുണ്ടായി. അന്ന് ഈ പിള്ളേരൊന്നും അത്ര വളർന്നിട്ടില്ല. ദുർഗ അന്ന് എന്നോട് പിണങ്ങി ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. ഈ കാര്യം എങ്ങനെയോ വല്യമ്മ അറിഞ്ഞു. പിന്നെ കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടങ്ങ് ചെന്നില്ലേ. എടാ ദുർഗയുടെ വീട്ടിലേക്ക് പൂക്കുല പോലെ വിറച്ചിട്ടാ ദുർഗ ദേവമംഗലത്തേക്ക് തിരിച്ചു വന്നത്. അതുകൊള്ളാലോ.
എന്നാ ദേവമംഗലത്തൊരു ശുദ്ധികലശം നടത്താൻ ഈ മുത്തശ്ശി ഒന്ന് നേരത്തെ കൊണ്ടുവരായിരുന്നില്ലേ? അതിന് വെളുത്തമ്മ കുറേ കാലമായിട്ട് ഈ നാട്ടിലില്ലായിരുന്നു. ഒറ്റ മകനേ ഉള്ളൂ. പ്രശസ്തനായ ഒരു ഡോക്ടറാ. അദ്ദേഹത്തോടൊപ്പം ഓസ്ട്രേലിയയിലായിരുന്നു. നിന്നെയും തുളസിയും വലിയ ഇഷ്ടമായിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും കുട്ടിക്കാലത്ത് ഇടയ്ക്ക് കാണാൻ വരുമായിരുന്നാണോ? ആ എന്തോ ദൈവം തോന്നിപ്പിച്ചതാ എനിക്ക് ബുദ്ധി. ഞാൻ വിളിച്ചതും വലിയ സന്തോഷമായി. വരാന്ന് പറഞ്ഞത് തന്നെ നമ്മുടെ ഭാഗ്യം. വെളുത്തമ്മ കൽപ്പിച്ച പിന്നെ ദുർഗേച്ചിക്ക് മിണ്ടാനൊന്നും സാധിക്കില്ല. മിണ്ടിക്കില്ല വെളുത്തമ്മ. ഏതായാലും എൻ്റെ മനസ്സിന് വലിയ സന്തോഷമായി. വല്യമ്മയെ വരുത്താനുള്ള പ്രസയുടെ ഈ തീരുമാനം എന്തുകൊണ്ടും നമുക്ക് അനുഗ്രഹമാണ്. എന്തുകൊണ്ട് എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. നടക്കേണ്ട സമയത്തെ ഏത് കാര്യവും നടക്കൂ പ്രസാദ്. അതൊക്കെ ദൈവ തീരുമാനമല്ലേ? അതെ, ജയൻ പറഞ്ഞത് വളരെ ശരിയാ. ഏതായാലും ദേവമംഗലം ആകെ ഒന്ന് ശുദ്ധീകരിക്കപ്പെടും. അതെ, നിന്റെയും തുളസിയുടെയും കാര്യത്തിൽ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ വല്യമ്മ ഇടപെടണം. അതിനുള്ള പുണ്യാഹവും പൂക്കളുമായിട്ടാ വല്യമ്മയുടെ വരവ്. മാമൂസേ, എന്തോ ഒരു ടെൻഷൻ പോലെ. ഓ, ടെൻഷൻ പോലൊന്നുമല്ല, ടെൻഷൻ തന്നെയാ. എന്താ കാര്യം? ഇടുത്തി വരുമെന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കില്ല. പക്ഷെ ആ സ്ത്രീ ഇവിടെ വരുമെന്ന് പറഞ്ഞതായി എനിക്ക് പേടി. ആര് വരുന്ന കാര്യം പറയുന്നേ? മന്ദാകിനി വല്യമ്മ. ആ വെളുത്തമ്മയെന്നാ ഇവിടെ എല്ലാരും വിളിക്കുന്നത്. അവർ ഈ ദേവമംഗലം പൊളിച്ചടുക്കും. മാമൂസേ, സത്യത്തിൽ ആരേ മന്ദാകിനി വല്യമ്മ? അതെ, ദുർഗയുടെ തറവാട്ടിലെ ദുർഗയുടെ വല്യമ്മയാ. പക്ഷെ അമ്മയുടെ സ്ഥാനം അവർക്ക്. എന്റെ ശിവനെ, ആ നോട്ടവും ഭാവവും വരവും ഒക്കെ കണ്ടാലേ ആരും വെറിച്ചു പോവില്ലേ? അതെ, എല്ലാവർക്കും ആദരവുള്ള സ്ത്രീയാ ഈ വല്യമ്മ. പക്ഷെ ഞാൻ അത്ര വകവയ്ക്കാറില്ല. അതുകൊണ്ട് എന്നോട് അവർക്ക് അത്ര പന്തിയല്ല. പക്ഷെ നല്ല സ്വഭാവക്കാരിയാ കേട്ടോ. ആർക്ക് എന്ത് ഉപകാരവും ചെയ്യും. മന്ദാകിനി വല്യമ്മ നിക്കാൻ പറഞ്ഞ അവിടെ നിക്കും തറവാട്ടിലെ എല്ലാവരും. പിന്നെ ധിക്കരിക്കാൻ ആർക്കും ധൈര്യമില്ല അപ്പച്ചി. അതെ, ഈ ദേവമംഗലത്തെ ദുർഗയുടെ പ്രതാപമൊക്കെ കഴിഞ്ഞു. മന്ദാകിനി വല്യമ്മ വന്ന ദുർഗയുടെ നാക്ക് നിശ്ചലമാവും. വാക്കുകൾ ഒരക്ഷരം പുറത്തേക്ക് വരില്ല. അത് സത്യം. ഈ ദുർഗേച്ചി ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വല്യമ്മ മാത്രം. അല്ല, അവരെപ്പോഴാ വരിക? ഓ, അവര് നാളെ എഴുന്നള്ളും. അങ്ങോട്ട് മാറിയിക്ക. ചൊല്ലുവണ്ടി. സത്യോടി, എന്റെ ദൈവമേ കാത്തോളണേ. എത്താറായോ പ്രസാദേട്ടാ? എവിടം വരെ ആയെന്നാ പറഞ്ഞ? ദേ ഇവിടെ അടുത്ത് ഇപ്പൊ എത്തും. ഈ കുട്ടിയാറാട്ടിന് എഴുന്നള്ളിക്കുമ്പോ സ്വീകരിക്കാൻ ചെന്നില്ലെങ്കിലേ ദേവികോപം ഉണ്ടാവും എന്നതുപോലെ മന്ദാകിനി വല്യമ്മ വരുമ്പോ വാദിക്കലുണ്ടാവും. ഇല്ലെങ്കിൽ പ്രശ്നമാ. എടോ, ആനന്ദനിങ്ങനെ പേടിക്കുന്നത്? സ്നേഹബന്ധം കൊണ്ട് എല്ലാവരുടെയും വല്യമ്മയാണെങ്കിലും രക്തബന്ധം കൊണ്ട് തന്റെ വല്യമ്മയല്ലേ? താൻ ധൈര്യമായിട്ടിരിക്കേ. അയ്യോ പ്രസാദേട്ടാ, വാ പാടോ.
അതകത്തേക്ക് കൊണ്ട് വെക്കടാ. വല്യമ്മേ ആ എന്താ പ്രസാദേ, നിനക്കിന്ന് പോലീസ് ഉദ്യോഗമൊന്നും ഇല്ലേ? അതോ അച്ചിക്ക് കൂട്ടിരിക്കുവാണോ? ഏയ് അങ്ങനൊന്നല്ല, വല്യമ്മ വരുന്നു എന്നുള്ളതുകൊണ്ട് ലീവ് എടുത്ത. ഉം. ഉം. ഇവളെന്താ പാടത്ത് കുത്തിവെച്ച നോക്കുകുത്തിയെ പോലെ നിക്കണത്? കാറ്റടിച്ചാലെങ്കിൽ ഇവളൊന്ന് അനങ്ങോ? വല്യമ്മയെ കണ്ട സന്തോഷത്തിൽ ഞാനങ്ങ് നിന്നുപോയതാ. ആ പണ്ടിതാ ഇവിടെ ഒരു ഞാവലും ആര്യവേപ്പും ഒക്കെ നിപ്പുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പൊ എവിടെ? അതൊക്കെ വെട്ടി അവിടെയാ ഇപ്പൊ ഈ കുളം ഉണ്ടാക്കിയിരിക്കുന്നത്. ഔഷധ മരങ്ങളൊക്കെ വെട്ടി കുളമാക്കി. കൊള്ളാം. ഒരാര്യവേപ്പ് മുറ്റത്തുണ്ടായ ആ വീട്ടിൽ ആർക്കും ത്വക്ക് രോഗം വരില്ല. അതിൽ തട്ടി വരുന്ന കാറ്റേറ്റാ മതി. ആ അതൊക്കെ പോട്ടെ, കയറി വരുമ്പോഴേ ഒരു മുഷിച്ചില് വേണ്ട. ആ കുറെ കാലത്തിന് ശേഷം എന്റെ പിള്ളേരെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. വന്ന സന്തോഷത്തോടെ ഒന്ന് തിരിച്ചു പോകണമെന്നാ ആഗ്രഹം. ആദ്യമോന്റെ കല്യാണത്തിന് എത്താൻ പറ്റിയില്ല, അതാ ഒരു സങ്കടം. ആ സമയത്ത് സൂര്യമോനോടൊപ്പം ഓസ്ട്രേലിയയിലായിരുന്നു. വന്നാട്ടെ, അകത്തോട്ടിരിക്കാം. ഓ ചെല്ല് ചെല്ല് ചെല്ല്. എല്ലായിടത്തും എന്തൊക്കെയോ മാറ്റം. ആ കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറുമല്ലോ അല്ലേ? ആരാത്? ആരാ അവിടെ പമ്മിക്കളിക്കുന്നത്? അയ്യോ വല്യമ്മേ വല്യമ്മേ വല്യമ്മേ, ഞാനാ വല്യമ്മേ. അയ്യോ വലിക്കല്ലേ. നീയായിരുന്നോ? എനിക്ക് സംശയം തോന്നി. വല്യമ്മയുടെ ഒരു കാര്യം. വാ. നീ എന്തിനാ ഒളിച്ചു നിന്നത്? അത് വല്യമ്മ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ആ. രാമച്ച വിശറിയൊക്കെ വീശി വിശ്രമിക്കുമ്പോ വന്ന് കാണാമെന്ന് കരുതി. രാമച്ച വിശറിയും പനിയോല വിശറിയും ഒന്നും വേണ്ടടി. ഇക്കാലത്ത് നല്ല AC ഉണ്ട്. നീയേ എനിക്കിട്ട് രാമച്ച വിശറി വീശാൻ വരില്ലേ? നിനക്കെന്നെ ശരിക്കും അറിയത്തില്ല. എന്താടി നീ കലാമണ്ഡലത്തെ കഥകളി പഠിപ്പിക്കുന്നുണ്ടോ? നളചരിതമാണല്ലോ കളി. വേണ്ടാട്ടോ, മലയെണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കണ്ട. അല്ല നീ എന്താ ഇവിടെ? അതോ ഇതിനകത്താണോ? അല്ല വല്യമ്മ, എന്റെ ഒരേ ഒരു ആങ്ങളയുടെ മക്കളല്ലേ ഈ പ്രസാദും പ്രിയയും. ഈ രണ്ടു കുഞ്ഞുങ്ങളെയും ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഓ, അപ്പൊ നീ രണ്ടു കുഞ്ഞുങ്ങളെയും കൊണ്ട് അഷ്ടകലാശം ചവിട്ടിച്ച് കാണുമല്ലോ. വേണ്ട, ഇവിടെ നിന്റെ കളി വേണ്ട. വല്യമ്മ, വല്യമ്മ അതൊക്കെ വിട്.
വല്യമ്മയുടെ വിശേഷം പറ, എന്നെ വെറുതെ ശാസിക്കാതെ. അതെ, ഇപ്പൊ അസുഖമൊന്നുമില്ലല്ലോ, ഈ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനൊന്നും. അസുഖം വന്നാ ചികിത്സിക്കാൻ എനിക്കറിയാം. നിന്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ മോൻ ഓസ്ട്രേലിയയിലെ വലിയ ഡോക്ടറാ, ശാസ്ത്രജ്ഞൻ. ഈ വെളച്ചിലെടുത്തോണ്ടേ എന്റെ അടുത്തേക്ക് നീ വരില്ലേ? വെള്ളത്തിൽ ആണി അടിക്കുന്നവളാ നീയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വല്യമ്മേ, എന്നെ കുറിച്ച് വെറുതെ അപഖ്യാതി ഒന്നും പറയല്ലേ. അപഖ്യാതിയോ? മിണ്ടരുത് നീ. നീ മൂട്ടയാ, മൂട്ട. എത്ര കുടുംബങ്ങളിലാ നീ കേറി അസ്ഥിവാരം തോട്ടിയത്? നിന്നെ പരദൂഷണം പരദേവത എന്നല്ലേ എല്ലാവരും വിളിക്കണത്. നിന്റെ ഭർത്താവ് എന്തിയേ? ആ പഞ്ചപാവം. അവനെ നീ കാട്ടിലേക്ക് അയച്ചോ സന്യാസത്തിന്? എന്തോ നട ഇത്ര ചിരിക്കാൻ? ആ, അവൻ ചിരിക്കോ കരയോ ഒക്കെ ചെയ്യും. ആ, അതിന് നിനക്കെന്താ? ദേ മംഗളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ എന്റെ പിള്ളേരെ സമാധാനായിട്ട് ജീവിച്ചോട്ടെ. നീ എട്ടുകാലിയെ പോലെ ഇതിനകത്ത് കയറി വല കെട്ടരുത്. അങ്ങനെ വല കെട്ടിയ മണ്ണെണ്ണ ഒഴിച്ച് തീയിടും. ഇവള് കയറി വീടുകളെല്ലാം നശിച്ചു. മിച്ചം വന്ന ഒരു കുത്തുവാളയും എടുത്തു. ദുർഗമോളെ. ഓ, എന്താ വല്യമ്മേ? എന്റെ ആദ്യക്കുട്ടൻ എവിടെയടി? എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് എത്ര നാളായിടി. വാ. വയറ് നിറയെ കിട്ടിയല്ലേ, ഇനിയിപ്പോ കുറച്ച് വെള്ളം കുടിച്ചാൽ ശരിയാവും. അയ്യോ എന്റെ ഗുരുവായൂരപ്പാ, ഈ വല്യമ്മ വന്ന് എല്ലാം നശിപ്പിച്ചു. അയ്യോ, ഇതിനി വല്ല പ്രശ്നം ഉണ്ടാക്കൂ. എന്റെ ഗുരുവായൂരപ്പാ, കിട്ടേണ്ടത് എനിക്ക്. ആദി, ഡാ എഴുന്നേറ്റ്. ഇത് ആരാ വന്നിരിക്കുന്ന? ആദിക്കുട്ടാ, ഇരിക്കടാ. നീ വല്യമ്മയെ മറന്നോ ചക്കരെ? ഇല്ല വല്യമ്മേ. പണ്ടുണ്ട കണ്ണുകളും ലേശം കുടവയറും ഒക്കെ ആയി നല്ല പോലെ ഉരുണ്ടിരുന്നതാ. അതാണ്. ഇപ്പൊ ആ രൂപേ മാറി. ഇപ്പൊ അതിലും വലിയ സുന്ദർ കുട്ടപ്പനായിട്ടുണ്ട്. എന്റെ പൊന്നുകുട്ടന്റെ കല്യാണത്തിന് വരാൻ വല്യമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഓ, അതൊരു വലിയ സങ്കടം തന്നെയാ. അന്ന് വരാത്തിന്റെ കുറവ് കൂടി ഈ വരവിന് തീർക്കണം. വല്യമ്മയുടെ വരവേ നമുക്ക് ആഘോഷാക്കണം, അല്ലേ? പിന്നെ നമുക്ക് ആഘോഷിക്കാവടാ. ഈശ്വര സഹായിച്ച് അതിന് നമുക്ക് ഇന്നെന്താ കുഴപ്പം? നമുക്കേ ഇതൊരു ഉത്സവമാക്കണം. പിന്നെ പ്രസാദേ, വേണ്ട. ഉത്സവമാക്കാൻ ഞാൻ എന്താ ദേവിയാണോ? അഹങ്കാരം വേണ്ട. ഇത്രയും ആയുസ് കൂട്ടിത്തന്നതിന് ദൈവത്തോട് നന്ദി പറയണം. ചക്കരക്കുട്ടനെ കണ്ടു. ചക്കരക്കുട്ടിയെ കണ്ടില്ലല്ലോ. എവിടെ നിന്റെ ഭാര്യ? വല്യമ്മയുടെ പഞ്ചവർണ്ണക്കിളി. എന്താ എന്താ എല്ലാവർക്കും ഒരു മിണ്ടാട്ടോ ഇല്ലായ്മ? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ കാര്യം? എന്താ ആരും ഒന്നും പറയാത്തത്? എന്റെ മുമ്പിൽ ആരും ഒന്നും ഒളിക്കാൻ ശ്രമിക്കരുത്. എന്തി എന്റെ കുഞ്ഞ്, എന്റെ തുളസിമോള്, ആദിക്കുട്ടന്റെ ഭാര്യ. നിന്റെ നാവിറങ്ങിപ്പോയോ? എവിടെ തുളസിമോള്? തുളസി അവളുടെ വീട്ടിലാ. വീട്ടിലോ? എനിക്ക് അവളെ ഇപ്പൊ കാണണം. എത്രയും വേഗം അവൾ ഇവിടെ എത്തണം, എന്റെ മുമ്പിൽ. മനസ്സിലായോടി നിനക്ക്? മനസ്സിലായി.